ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗുമായിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കുക. വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ് ഇന്ന്. അപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിയുടെ സമയം എന്ന് പറയുന്നത് 8 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വേഗം ചെയ്തിട്ട് എനിക്ക് പോകണം. പിന്നെ ഡേ കെയറിലാക്കിയിട്ടുണ്ട് 2 പേരെയും, റയാനെ റിസ്വാനെയും. അപ്പോൾ പിന്നെ അവർക്കുള്ള ഫുഡും ആക്കി അവരെ ഡേ കെയറിലും ആക്കിയിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ അവർക്ക് ഉണ്ടാക്കിയേക്കുന്നത് ചെറിയൊരു പിസ്സ പോലെയാണ്. പിസ്സ ഡോ ഒന്നുമല്ല, ദോശമാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ദോശമാവിലേക്ക് കുറച്ച് ക്യാരറ്റും അതുപോലെ കുക്കുംബറും ഒക്കെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് ചീസും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവർക്ക് ഇവിടെ നിന്ന് കഴിക്കാനല്ല, ഇത് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ 2 പേർക്കും 2 ഉണ്ടാക്കിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് അവർക്ക് ഡേ കെയറിൻ്റെ സമയം നമ്മൾ പറഞ്ഞേക്കുന്നത്. പിന്നെ എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ഉള്ള സമയത്ത് 3 മണി മുതൽ 6 മണി വരെ, അങ്ങനെയാണ് സമയം നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത്. പിന്നെ അവർക്ക് രാവിലത്തേനുള്ള ഫുഡും പിന്നെ അതുപോലെ സ്നാക്സ് എന്തെങ്കിലും കൊടുത്തു വിടാറുണ്ട്. പിന്നെ രാവിലെ ചോറ് അങ്ങനെ എന്നൊന്നും കൊടുത്തു വിടാറൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് ചോറ് അവർ അവിടെ നിന്ന് കൊടുക്കുന്നത്. എനിക്ക് ചായക്കും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ഞാൻ കുറച്ച് ബ്രെഡ് സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ചോറൊന്നും അങ്ങനെ കഴിക്കാൻ താല്പര്യമില്ല 2 പേർക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ അവർ തന്നെ എടുത്ത് കഴിച്ചോളുമല്ലോ. അവരൊന്നും എടുത്ത് കൊടുത്താൽ മാത്രം മതിയല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. ചായക്ക് പിന്നെ ഉച്ചക്കത്തേക്കിന് ഞാൻ വെറുതെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിലൊന്നുമില്ല, സവാള നമ്മൾ മുട്ടയ്ക്കൊക്കെ വഴട്ടത്തില്ലേ, അതേപോലെ തന്നെ ഒന്ന് വഴട്ടിയിട്ട് അതിലേക്ക് ചോറ് വേവിച്ച് വെച്ചതുണ്ടായിരുന്നു, ബിരിയാണി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചായക്ക് ഉച്ചക്കത്തിന് ഇത് മതിയാവും. പിന്നെ എന്തെങ്കിലും ഒരു സലാഡ് ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ഫുഡൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഫുഡ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. രാവിലത്തേനും ഉച്ചക്കത്തേനും വൈകിട്ടത്തേനും ഒക്കെ അവിടുന്ന് തന്നെ ഫുഡ് നമുക്കുണ്ട്. ഡേ കെയറിലേക്ക് വിടുന്ന ഫസ്റ്റ് ദിവസം കേട്ടോ. എവിടെയാണ് പോകുന്നതെന്നൊന്നും അറിയാതെയാണ് 2 പേരും ഇരിക്കുന്നത്. വെളിയിൽ നല്ല മഴയാണ് കേട്ടോ. അതുകൊണ്ട് നല്ല മഴയൊക്കെ കണ്ട്, മഴ കണ്ടതിൻ്റെ സന്തോഷമാണ് റിസ്വാന്. നാട്ടിൽ നേരത്തെ മഴയാന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. മഴയൊന്നും കാണാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ മഴയത്ത് ഇങ്ങനെ വണ്ടിയിലിരുന്ന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹം ഇങ്ങനെ സാധിച്ചു കിട്ടി. റിസ്വാനെ റയ്യാനെ ഡേ കെയറിൽ കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ അവന്മാരെ കൊണ്ടുവിടുന്ന ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര കരച്ചിലായിരുന്നു 2 പേരും. അതുകൊണ്ട് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല കരച്ചിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു, എങ്ങനെ അവന്മാർ അവിടെ നിൽക്കുമോ എന്നൊക്കെ. എനിക്ക് കറക്റ്റ് 8 മണിക്ക് തന്നെ ഹോസ്പിറ്റലിൽ കയറുകയും വേണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സമയത്തുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇന്ന് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഡ്യൂട്ടി ടൈം. നമുക്കവിടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി വരുമെന്നാണ് അവരോട് പറഞ്ഞേക്കുന്നത്. ഡെയിലി പുറത്ത് പോയി വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് PCR ടെസ്റ്റ് ഡെയിലി ചെയ്യേണ്ടതായിട്ട് വരും. 24 ഹവേഴ്സിൽ PCR ടെസ്റ്റ് നമ്മൾ കാണിച്ചിട്ട് നമുക്ക് അകത്തോട്ട് കടക്കാൻ പറ്റുള്ളൂ. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയാണ്. ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇതുപോലുള്ള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന ആ വണ്ടിയില്ലേ, അതുപോലത്തെ അതിനകത്ത് നമ്മൾ കൊണ്ടുവിടും. നമ്മൾ കിട്ടുന്ന സമയത്ത് നമുക്ക് കയറിപ്പോവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കി നിന്നാൽ നമുക്ക് ബസ് പോലെ തന്നെ നമുക്ക് കിട്ടുമൊന്നുമില്ല. രാവിലെ മുതൽ നല്ല മഴയായതുകൊണ്ട് തന്നെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ സമയത്ത് നല്ലൊരു അടിപൊളി മഴവില്ല് കാണാൻ പറ്റി. ഇത്രയും വലിപ്പമുള്ള ഫുള്ളായിട്ടുള്ള മഴവില്ല് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ആ വേഗം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റയാനെ റിസ്വാനെയും വിളിക്കാൻ പോവാണ്. പിന്നെ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ റയാനും റിസ്വാനും പോകുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ അവിടുത്തെ ടീച്ചറിനെയും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു.
വഴക്കൊന്നുമില്ല. പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ കരച്ചിലൊക്കെ മാറിയെന്ന് പറഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായി. എന്നാലും ഷായെ കാണുമ്പോഴത്തേന് രണ്ടുപേരും ഷായ്ക്ക് നല്ല ഇടി കൊടുക്കും. അപ്പോൾ പിന്നെ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഷായനോട് പറഞ്ഞു നീ പോയി വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാത്രമാണ് പോയത്. പോയി വിളിച്ചുകൊണ്ട് വന്നപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. റയ്യാൻ ഷായ്ക്ക് ഇടി കൊടുക്കുന്നുണ്ട്. റിസ്വാന് വലിയ കുഴപ്പമൊന്നുമില്ല. റിസ്വാന് ടോയ്സൊക്കെ കണ്ടതുകൊണ്ടുള്ള സന്തോഷമാണ്. പിന്നെ കൂടെ കളിക്കാൻ അവിടെ പിള്ളേരുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അവന് ഹാപ്പിയാണ്. പിന്നെ റയ്യാന് ക്ലാസ് ഉള്ളതുകൊണ്ട് റയ്യാന് വലിയ താല്പര്യമില്ല. അങ്ങനെ പിന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്ന വഴി അവന്മാരുടെ പിണക്കമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കണ്ടപ്പോഴേക്കും എല്ലാ സാധനവും വേണം. ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ളത് ഓരോരുത്തർ അതിൻ്റെ അടുത്ത് പോയി നിന്ന് തൊട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കായിട്ട് ഞാൻ പാനിപ്പൂരിയാണ് ഓർഡർ ചെയ്തത്. പാനിപ്പൂരി അവന്മാർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. ഷായ്ക്ക് അത്ര പുളിപ്പ് ഒന്നും അത്ര ഇഷ്ടമില്ല. എന്നാലും കഴിച്ചു. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം വന്ന ഉടനെ ഞാൻ കുളിക്കാൻ കയറും. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഡ്രസ്സൊക്കെ അങ്ങ് കഴുകിയിടും കൈയോടെ തന്നെ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും റിസ്വാനും റയ്യാനും കൂടെ എനിക്ക് കുറച്ച് സോസേജൊക്കെ അരിഞ്ഞ് തന്നു. അപ്പം ഫുള്ളൊന്നും അവന്മാർ തന്നെ അല്ല അരിഞ്ഞ് തന്നത്. അപ്പോൾ അരിഞ്ഞൊക്കെ തരും, പക്ഷെ കുറച്ച് അധികം സമയം എടുക്കും. അപ്പോൾ എനിക്ക് അത്രയും സമയം അവന്മാരുടെ കൂടെ അത് കളിച്ചുകൊണ്ട് നിൽക്കാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബാക്കി ഞാൻ തന്നെയാണ് അരിഞ്ഞത്. പിന്നെ കഴുകാനും അങ്ങനെ വെള്ളത്തിൽ കളിക്കാനും കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സോസേജ് പിന്നെ അങ്ങ് ഫ്രൈ ആക്കി എടുത്തു. പിന്നെ ഇപ്പോൾ അവന്മാർക്ക് രാത്രി എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആക്കി കൊടുത്താൽ സോസേജും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവരങ്ങ് കഴിച്ചോളും. പിന്നെ പ്രത്യേകിച്ച് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ളത് എടുത്ത് വെച്ചിട്ട് രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മൾ കഴിക്കും. അപ്പോൾ എൻ്റെ കുറച്ച് പണികൾ എളുപ്പമാവും. വൈകുന്നേരങ്ങൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ രാവിലെ സമയം കിട്ടുന്നത്. എല്ലാ ദിവസമൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു പുതിയ റെസിപ്പിയോ വ്ളോഗോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. There's not much to do when all I can is thinking about you. Not doing well, don't know where you are, 'cause you're not here. It's been way too long. If I could lay down beside you, I would, when nothing really matters. That's all I wanna do. I hope that you are safe and that I will